Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby and Ashik Joy. സെപ്പഴത്തി പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster que es in chalice, sanctificetur nomen tu, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. So, Garabandal Miracle, Part 2. ഇത് ഒരു യൂട്യൂബ് ചാനലാണ്, ഇതൊരു മിനിസ്ട്രി അല്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ ബ്രദറൊന്നും ആരും വിളിക്കരുത് എന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞ ഒരു വിശ്വാസം, ഞാൻ അറിഞ്ഞ ചില ബോധ്യങ്ങൾ, ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, ആരാണ് അധികാരം തന്നത് ഇത് പറയാൻ? ആരാണ് അധികാരം തന്നത്? ആരും അധികാരം തന്നിട്ടില്ല. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്, ഒരു വ്ളോഗാണ്. ഇവിടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത്. ഇതൊന്നും ആധികാരികമാണെന്ന് ഞാൻ ഒരിക്കലും എവിടെയും വാദിക്കുന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. സോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ആംഗിൾ ഓഫ് വ്യൂവിൽ നിന്ന് ഞാനിത് പറയുന്നു. ആവശ്യമുള്ളവർക്കത് സ്വീകരിക്കാം. അപ്പോൾ മിറാക്കിൾസ്, ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇതാരും ഇങ്ങനെ മലയാളത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മലയാളികളോട്ട് എത്തിക്കുക. ഇങ്ങനെയുള്ള സംഭവം നമ്മൾ അറിയാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഭൂരിഭാഗം ആൾക്കാരും പറയണത് ഈ സ്വകാര്യ വെളിപാടുകൾക്ക് അമിത പ്രാധാന്യം നൽകരുത്. എന്തിനാണ് അമിത പ്രാധാന്യം നൽകുന്നത്? നിങ്ങൾ പ്രാധാന്യം നൽകിയാൽ മതി. ആരാണ് അമിത പ്രാധാന്യം നൽകാൻ പറയണം? നമ്മൾ പ്രാധാന്യം നൽകിയാൽ മതി. നമ്മൾ ചൊല്ലുന്ന ജപമാല അത് സ്വകാര്യ വെളിപാടാണ്. കരുണക്കുന്ത സ്വകാര്യ വെളിപാടാണ്. അതുപോലെ ഉത്തരീയ ഭക്തി സ്വകാര്യ വെളിപാടാണ്. അപ്പം ഈ സ്വകാര്യ വെളിപാടെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടാൽ എന്താ പ്രശ്നം? ആവശ്യമുള്ളവർ സ്വീകരിച്ചാൽ മതിയല്ലോ. നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു വ്യക്തിക്ക് മെസ്സേജ് കിട്ടുകയാണ്, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വീട് നാളെ നമ്മുടെ വീടിനടുത്തുള്ളൊരു മലയിൽ നിന്ന് ഒരു പാറക്കല്ല് ഉരുണ്ട് വന്ന് നമ്മുടെ വീടിൻ്റെ മുകളിൽ വീഴും. അതുകൊണ്ട് നാളെ നിങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം എന്ന് ഒരു വ്യക്തിക്ക് മെസ്സേജ് കിട്ടി. ഈ ഷോ കൊടുത്തു മെസ്സേജ് എന്ന് വിചാരിക്കുക. ഞാൻ വിശ്വസിക്കത്തില്ല. ഈ സ്വകാര്യ വെളിപാട് ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് നടന്നു കഴിഞ്ഞാൽ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്നവനെ നമ്മളെന്ത് പറയും? അതുപോലെയാണ് ഈ സംഭവം. ഇത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം. അപ്പോൾ റുവാണ്ടയിൽ സംഭവിച്ചതാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടു ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, വലിയൊരു കൂട്ടക്കൊല, രക്തമൊക്കെ ഇങ്ങനെ തെരുവിലിങ്ങനെ ഒഴുകുന്നത് കാണുന്നു, ഇത് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾ വേണ്ട അതോറിറ്റീസിനൊക്കെ അറിയിച്ചു. ആരും മൈൻഡ് ചെയ്തില്ല. മില്യൺ കണക്കിന് ആളുകളെ കൊല ചെയ്യപ്പെട്ടത്, മില്യൺ കണക്കിന്. അതിപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ അത് സഭയോട് ചേർന്ന് പോകുന്ന പ്രത്യക്ഷീകരണങ്ങൾക്ക് നമുക്ക് വിശ്വസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഗറബന്താൽ മിറാക്കിൾ എന്ന സഭ തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യാതൊരുവിധ എന്തെങ്കിലും തെറ്റുണ്ട് എന്നൊന്നും പറയുന്നില്ല. ഇതിൽ ഈ അപ്പാരീഷനിൽ വിശ്വസിച്ചിട്ടുള്ള വിശുദ്ധരെ പറ്റിയിട്ട് ഞാനിപ്പം പറയാം. അതിൽ മെയിനായിട്ടുള്ള പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വിശദമായിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് അവർ വിശ്വസിച്ചു. അതിൽ മെയിനായിട്ടുള്ള ആൾ വിശുദ്ധ പാത്രിപ്പിയോ, ഈ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വിശുദ്ധ പാത്രിപ്പിയോ. അദ്ദേഹം അവിടെ പോയി ആ കുഞ്ഞുങ്ങൾക്ക് ലെറ്റർ എഴുതി. അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയാം. സോ മദർ തെരേസ ഇതിൽ വിശ്വസിച്ചിരുന്നു. വേണ്ടി 16-ാമൻ പാപ്പ, പോളാറാമൻ പാപ്പ, ആ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. സോ നമ്മൾ സ്വകാര്യ വെളിപാടുകൾ നമ്മുടെ ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാതാവ് പറഞ്ഞു, റഷ്യയെ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ റഷ്യ വഴി ലോകം മുഴുവൻ എറേഴ്സ് പടരും. റഷ്യ വഴി ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടാകും. അവിടുത്തെ സ്വകാര്യ വെളിപാടല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് മാപ്പാപ്പയ്ക്ക് തള്ളിക്കളയാമായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ പാപ്പ കോൺസെക്രേറ്റ് ചെയ്തു റഷ്യയെ. പക്ഷേ ആ കോൺസെക്രേഷൻ കംപ്ലീറ്റ് ആയിരുന്നില്ല എന്ന് ഫാദർ ഗബ്രിയേൽ അമൂർത്ത് പറയുന്നുണ്ട്. അന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കാരണം അത് റഷ്യ ശരിയായിട്ട് കോൺസെക്രേഷൻ നടന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? റഷ്യ യുക്രൈനെ ആക്രമിച്ച് ഇനി പതിയെ യൂറോപ്പ് മുഴുവൻ റഷ്യ ആക്രമിച്ച് കീഴടക്കും. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അപ്പോൾ അന്ന് ജോൺ പോൾ പാപ്പ എന്തിനാണ് ഈ സ്വകാര്യ വെളിപാട് വെറുതെ എടുത്തത്?
പാപ്പയ്ക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പാപ്പ മാതാവിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ മാതാവ് ചുമ്മാ വന്നിങ്ങനെ സംസാരിക്കത്തില്ല, ആവശ്യമുള്ളതേ സംസാരിക്കത്തുള്ളൂ എന്ന് മാർപ്പാപ്പയ്ക്കറിയാം. അതുപോലെ ദൈവകാരുണ്യ, ഡിവൈൻ മേഴ്സി, ദൈവകാരുണ്യയുടെ ഭക്തി, വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ലഭിച്ചത്, അത് സഭ വിലക്കിയ ഒരു ഡിവോഷനായിരുന്നു. ജോൺ പോൾ പാപ്പ ആ വിലക്കൊക്കെ മാറ്റിയിട്ട് ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ച അത് വലിയൊരു ആഘോഷമുള്ള തിരുനാളാക്കി മാറ്റി. അപ്പം സ്വകാര്യ വഴിപാടല്ലേ, മാർപ്പാപ്പ എന്തിനാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്? അപ്പം പാപ്പയ്ക്കറിയാം ആ കാലഘട്ടത്തിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവകാരുണ്യമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം തന്നൊരു ഡിവോഷൻ എന്തിനു തള്ളിക്കളയണം? അപ്പോൾ വിവേകത്തോടുകൂടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമീപിക്കുക, നേരിട്ട് പോയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. നമ്മളെ തന്നെ കുഴി നമ്മൾ തോണ്ടി വെക്കുകയാണ്. ഇനി ഈ പ്രൈവറ്റ് റെവലേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെയല്ലേ ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊന്നും എനിക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. ഇത്രയും എനിക്ക് പറയാൻ പറ്റൂ, ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ചില മെസ്സേജസ് ഒന്നും എനിക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുങ്ങിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു വിവേകത്തോടു കൂടെ നമ്മൾ കൈകാര്യം ചെയ്യുക. സഭയ്ക്കെതിരായിട്ടുള്ള പഠനങ്ങളാണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട. എന്നാൽ സഭയുടെ പഠനങ്ങളോട് യോജിച്ചു പോകുന്നതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇത് നടന്നു കഴിഞ്ഞിട്ട് വിശ്വസിക്കാം, ഗർഭന്തൽ മുന്നറിയിപ്പ് നടന്നു കഴിഞ്ഞിട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുന്നറിയിപ്പ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവനോടെ ഉണ്ടാകുമോ എന്നറിയില്ല. ഇതിൻ്റെ എല്ലാം ഫൈനലി സ്വർഗം ചോദിക്കുന്ന കാര്യം എന്താ? നീ വിശുദ്ധി ജീവിക്കുക, സഭയോട് ചേർന്നിരിക്കുക, കൂതാശകൾ സ്വീകരിക്കുക. ഇതേ ചെയ്യേണ്ടുള്ളൂ നമ്മൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗർഭന്താളിൽ കൊഞ്ചിതയായിട്ട് നടന്ന ഇൻ്റർവ്യൂവും ഈ മിറാക്കലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മിറാക്കൽ കഴിഞ്ഞിട്ടുള്ള ഈ വിസിബിൾ സൈന് എന്തുപോലെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോൾ കൊഞ്ചിത പറഞ്ഞൊരു കാര്യം, ഇത് എന്തുപോലെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ കാര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അപ്പാരിഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പറഞ്ഞ കാര്യം, ഇതൊരു പില്ലർ പോലെ, ഒരു കോളം, ഒരു നമ്മുടെ മേഘസ്തംഭം എന്നൊക്കെ പറയത്തില്ലേ, ഒരു അൺനോൺ സബ്സ്റ്റൻസ് കൊണ്ടുള്ള ഒരു കോളം പോലെ ഇരിക്കും, ഒരു പില്ലർ പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അതിന് പൂർണ്ണമായിട്ട് അർത്ഥത്തിലല്ല പറയുന്നത്, ഇതിനൊക്കെ ഏകദേശം ഒരു ഔട്ട്ലൈനാണ് ഇവർ പറയുന്നത്. അപ്പോൾ കൊഞ്ചിതോട് ചോദിക്കുകയാണ്, 1973 നടന്ന ഇൻ്റർവ്യൂ ആണ്. കൊഞ്ചിത ഗോൺസാലസ് കൊഞ്ചിതോട് ചോദിക്കുകയാണ്, വാട്ട് വിൽ ഹാപ്പൻ ഓൺ ദ ഡേ ഓഫ് ദ മിറാക്കിൾ? മിറാക്കിളിൻ്റെ ദിവസം എന്ത് സംഭവിക്കും? കൊഞ്ചിത പറയുകയാണ്, മിറാക്കിളിൻ്റെ ദിവസത്തിൽ ഇത് മാനുഷികമായ ഇടപെടലുകളൊന്നും ഇല്ലാതെ നേരിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് അവിടെ വരുന്ന ആർക്കും സംശയം ഉണ്ടാവത്തില്ല, ഇത് ഫേക്കാണോ അല്ലയോ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ പല അത്ഭുതങ്ങളും കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നാറുണ്ടല്ലോ. അതുപോലെ ആയിരിക്കത്തില്ല ഇത്. ആളുകൾ നേരിട്ട് കാണാം ഇത് ദൈവത്തിൽ നിന്നും വരുന്നതാണ് എന്നുള്ളത്. സോ ഡേറ്റും മാസവും ദിവസവും ഒക്കെ കൊഞ്ചിതക്ക് അറിയാം, പക്ഷേ കൊഞ്ചിത അത് പറയില്ല. അപ്പോൾ ഇതേ ചോദ്യം ഈ മിറാക്കിളിനെ പറ്റിയല്ല, ഈശോയുടെ രണ്ടാം വരവിനെ പറ്റിയിട്ട് സെഗതേശ്യ എന്ന ബാലൻ, കിബോലും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈശോയും മാതാവ് പ്രത്യക്ഷപ്പെട്ട സെഗതേശ്യ എന്ന ബാലൻ്റെ അടുക്കൽ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ സെഗതേശ്യ ചോദിച്ചു, വളരെ നിഷ്കളങ്കനായ ഒരു ബാലനാണ്, വളരെ നിഷ്കളങ്കൻ. ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ബാലൻ ചോദിക്കുക ഈശോ എടുത്ത്, ഈശോ നിനക്ക് എന്നാൽ പിന്നെ രണ്ടാം വരവിന് ഡേറ്റ് പറഞ്ഞാൽ പോലെ, അപ്പം നമുക്ക് ഒരുങ്ങിയിരിക്കാമല്ലോ. അപ്പം ഈ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ മിറാക്കിളിൻ്റെ മുന്നറിയിപ്പിൻ്റെ ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് ഒരുങ്ങിയിരിക്കാമല്ലോ, ഇതെന്താ പറയാത്തത്, അറിഞ്ഞിട്ടെന്താ പറയാത്തത്? അപ്പോൾ ഈ രണ്ടാം വരവിൻ്റെ ഡേറ്റ് പറഞ്ഞുകൂടെ ഈശോയെ, നീ എന്താ പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ കാര്യം, നിങ്ങളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് വരുന്ന തലേ ദിവസം വരെ നിങ്ങൾ പാപം ചെയ്യും, എന്നിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നിലത്തിപ്പിക്കും. അങ്ങനെയുള്ള അനുതാപമല്ല വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും അനുദപിച്ചിട്ട് ആണ് നമ്മൾ ഉറങ്ങി രാത്രി കിടക്കേണ്ടത്. കാരണം ആ രാത്രി ഈശോനെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫ് എപ്പോഴും ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം ഇതാണ് ഈശോ സെഗതേശ്യോട് പറഞ്ഞത്. അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഡേറ്റ് എന്തുകൊണ്ട് ഇപ്പം പറയുന്നില്ല എന്നുള്ളത്. പിന്നെ കൊഞ്ചിതോട് ചോദിക്കുകയാണ്, ഡിഡ് യു സേ വൺ ഡേ ദാറ്റ് പീപ്പിൾ ഹു വിറ്റ്നസ് ദ മിറാക്കിൾ വിൽ കൺവേർട്ട്? ഈ മിറാക്കിൾ കാണുന്ന ആൾക്കാർ മാനസാന്തരപ്പെടുമോ എന്ന് കൊഞ്ചിത പറഞ്ഞത് പ്രകാരമാണ്, എല്ലാ ആളുകളും വിശ്വസിക്കും. ഓൾ ദ പീപ്പിൾ ദർ വിൽ ബിലീവ്. അവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകളും ഇത് വിശ്വസിക്കും. ഓൾ ദ സിന്നേഴ്സ് ഹു ആർ പ്രസന്റ് വിൽ ബി കൺവേർട്ടഡ്. അവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പാപികളും
അന്യത മാനസാന്തരപ്പെടും. മിറാക്കിളിൻ്റെ ഫോട്ടോ എടുക്കാം. അതുപോലെ പൈൻ മരങ്ങളുടെ ഇടയിലുള്ള വിസിബിളായിട്ടുള്ള ആ ഒരു വസ്തുവിനെ തൊടാൻ സാധിക്കും, പക്ഷേ ഫീൽ ചെയ്യാൻ സാധിക്കത്തില്ല. ബട്ട് നോട്ട് ഫീൽ. ഐ കാനോട്ട് എക്സ്പ്ലെയിൻ. കൂടുതൽ കൊഞ്ചിത എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. ഓൺ ദ ഡേ ഓഫ് ദ മിറാക്കിൾ വിൽ ദർ ബി എനി വിസിബിൾ സൈൻ വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. മാനുഷിക ഇടപെടലില്ലാതെ എന്തെങ്കിലും ഒരു വിസിബിൾ ആയിട്ടുള്ള സൈന് അവിടെ ഉണ്ടാകുമോ എന്താ കൊഞ്ചിത ചോദിക്കുന്നത്, ഇൻ്റർവ്യൂർ ചോദിക്കുന്നത്. അപ്പോൾ കൊഞ്ചിത പറയുകയാണ് യെസ്, യുഗാന്തി വരെ, യുഗങ്ങളുടെ അവസാനം വരെ ഇത് അവിടെ ഉണ്ടാകും, ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ വീഡിയോയിൽ അവസാനം പറഞ്ഞു നിർത്തിയത് ഫാദർ ലൂയിസ് ആൻഡ്രൂ എന്ന് പറയുന്നൊരു വൈദികൻ്റെ ശരീരം, അഴുകാത്ത ശരീരം ഈ മിറാക്കിൾ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഫാദർ ലൂയിസ് ആൻഡ്രൂ? ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ദർശനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വൈദികനാണ് അദ്ദേഹം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എക്സ്റ്റസി അനുഭവം ഉണ്ടായപ്പോൾ, അവർ ആത്മീയ അനുഭൂതിയിലായ സമയത്ത് ഈ വൈദികനും എന്തോ ഒരു ദർശനം കണ്ടു. കാരണം ഈ ദർശനം കണ്ടു ഉടനെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മിറാക്കിൾ 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 എന്ന് പറഞ്ഞിട്ട് പിന്നീട് തിരിച്ച് ഇദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. വാട്ട് എ ഗ്രേറ്റ് മദർ വി ഹാവ് ഇൻ ഹെവൻ. എന്ത് നല്ലൊരു അമ്മയാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. ദ അപ്പാരിഷൻസ് ആർ ട്രൂ. ഈ പ്രത്യക്ഷീകരണങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ വൈദികൻ ആ മൊമെൻറ്റിൽ മരിക്കുക. അപ്പോൾ ഫാദർ ലൂയിസ് ആൻഡ്രൂ എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ പ്രീസ്റ്റ് ഹു ഡൈഡ് ഔട്ട് ഓഫ് ജോയ് എന്ന, സന്തോഷം കൊണ്ട് മരിച്ചൊരു വൈദികൻ. അപ്പം ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ മിറാക്കിൾ കാണുമ്പോൾ കാണുന്ന ആൾക്കാരും സന്തോഷം കൊണ്ട് മരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അസാധാരണമായ കൃപകൾ കാരണം ഇതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ തരാൻ, എങ്ങനെയായിരിക്കും ഈ മിറാക്കിൾ എന്നൊരു ഐഡിയ തരാനായിരിക്കാം ഈ അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പോൾ അത്രയും വിശുദ്ധനായ ഒരു വൈദികനായിരിക്കണം. അപ്പോൾ ഈ മിറാക്കിൾ ഇനി ഭാവിയിൽ സംഭവിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അഴുകാത്ത നിലയിൽ ഈ വൈദികൻ്റെ ശരീരം കണ്ടെത്തും എന്നാണ് കൊഞ്ചിതയോട് മാതാവ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്കൊരു പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടിയേ ഉള്ളൂ. മാതാവ് ഇങ്ങനത്തെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നു. ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കാം, ഒരുങ്ങാം. എന്താണെങ്കിലും ഇത് നമ്മൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചേ പറ്റും. ഓരോ തവണയും നമ്മൾ വീഴുമ്പോഴും നമ്മൾ കുമ്പസാരിക്കുക, എഴുന്നേൽക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക, ഇത് തന്നെ ഓൺഗോയിങ് പ്രോസസ്സാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൂടുതൽ വ്യക്തിപരമായിട്ട് കൂടുതൽ വിശുദ്ധി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇന്നും കൂടെ ഞാനൊരു വളരെ സന്തോഷകരമായ വാർത്ത ഞാൻ കേട്ടു. പക്ഷെ അത് എനിക്ക് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്കത് പറയാൻ ഒരു നിർവാഹമില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഒറ്റൊരു കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ, നന്നായിട്ട് ഒരുങ്ങിയിരിക്കുക. ഞാനും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ജീവിതമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് അറിഞ്ഞു. പക്ഷേ ഐ ആം സോറി, എനിക്ക് ഒരിക്കലും ഇത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയില്ല. എന്നെ കടിച്ചു കയറാൻ ആൾക്കാർ വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ അപ്പം ഇന്ന് കുറച്ചുകൂടെ നന്നായിട്ട് ഈശോയെ സ്നേഹിക്കാൻ, ആരാധിക്കാനും പറ്റി. ഇതാണ് ദൈവം ഈ സ്വകാര്യ വെളിപാടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അമിത പ്രാധാന്യം നൽകണ്ട, നിങ്ങൾ പ്രാധാന്യം നൽകിയാൽ മതി. ഓക്കെ. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കുഞ്ചിതയോട് കുഞ്ചിത പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഭയിൽ റെയറായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴാണ് ഈ മിറാക്കിൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുഞ്ചിത അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തൊരു കാര്യം, എൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു ഇൻസിഡൻറ്റും ആയിരിക്കും അത്. അപ്പോൾ കൊഞ്ചിതയുടെ ജീവിതകാലത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ ഇത് മനസ്സിലാവും. കൊഞ്ചിതയുടെ ജീവിതകാലത്ത് പാപ്പൽ എലക്ഷൻ നടന്നിട്ടുണ്ട്. 1978 തോന്നുന്നു. അന്ന് 3 പാപ്പന്മാരുണ്ടായിരുന്നു. അതായത് ജോൺ 23 പാപ്പ മരിച്ചു, പോൾ 6 പാപ്പ വന്നു. അപ്പോൾ അന്നാണ് പോൾ 6 പാപ്പ മരിക്കുന്നു, ജോൺ പോൾ 1 പാപ്പ വരുന്നു. പാപ്പ 1 മാസം കഴിഞ്ഞ് 33 ദിവസം കഴിഞ്ഞ് മരിക്കുന്നു. ജോൺ പോൾ 2 പാപ്പ വരുന്നു. 3 പാപ്പമാരുണ്ടായിരുന്നു. അപ്പോൾ പാപ്പൽ എലക്ഷൻ അല്ല ഈ റെയർ ഇൻസിഡൻറ്റ് എന്ന് കൊഞ്ചിത പറയണത്. കൊഞ്ചിതയുടെ സമയത്താണ് 2ാം വത്തിക്കാൻ കൗൺസിൽ നടന്നു. അപ്പോൾ മറ്റൊരു 3ാം വത്തിക്കാൻ കൗൺസിൽ ആയിരിക്കത്തില്ല, സിനഡ് ആയിരിക്കില്ല, അതുപോലെ മറ്റ് ഹോളി ഇയേഴ്സ് ആയിരിക്കത്തില്ല. അതായത് ഓരോ 25 വർഷം കൂടുമ്പോഴും നമുക്ക് 2025 ജൂബിലി ഇയർ ആണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ആയിരിക്കത്തില്ല.
ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. പക്ഷെ കൊഞ്ചിത എക്സാമ്പിൾ പറയണത്, ഫോർ എക്സാമ്പിൾ എന്ന് കൊഞ്ചിത പറയുന്നത് ഒരു പക്ഷേ എ ഡെഫിനേഷൻ ഓഫ് ഡോഗ്മ ആയിരിക്കാം എന്നാണ്. നമുക്ക് അറിഞ്ഞുകൂടാ. മാതാവ് അവർ ലേഡി ഓഫ് ഓൾ നേഷൻസ്, നല്ല ജനപദങ്ങളുടെയും മാതാവ്, ആംസ്റ്റർഡാമിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5ാമത്തെ മരിയൻ ഡോഗ്മയായിട്ട് ഞാൻ സഹരക്ഷകയാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുക നിങ്ങളുടെ തിയോളജിയന്മാരോട് പറയണമെന്ന്. അത് റിപ്പീറ്റഡ്ലി മാതാവ് പറയുന്നുണ്ട്. ഈ അടുത്ത് ലഭിച്ച കേരളത്തിലെ മദർ ഓഫ് ഡിവൈൻ മേഴ്സി മെസ്സേജിൽ മാതാവ് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇനി അതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി നോക്കൂ, ഈ അപ്പാരിഷൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ സഭ അംഗീകരിച്ചാണോ ചോദിക്കുമ്പോൾ, ഇപ്പോൾ കൃപാസന അത് വത്തിക്കാൻ ഒഫീഷ്യൽ അംഗീകരിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ വേളാങ്കണ്ണിയിലെ മാതാവിൻ്റെത് അത് കഴിഞ്ഞ മാസമാണ് വത്തിക്കാൻ ഒഫീഷ്യലി അംഗീകരിച്ചത്. അങ്ങനെയുള്ള പല പ്രത്യക്ഷീകരണങ്ങൾ നമ്മൾ അംഗീകരിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകണതും പ്രാർത്ഥിക്കണതൊക്കെ. അവിടെയുള്ള കാര്യങ്ങൾ സഭയ്ക്കെതിരല്ല, അല്ലെങ്കിൽ സഭ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിൽ പ്രത്യക്ഷത്തിൽ ഒരു തെറ്റുമില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പവും നമുക്ക് വരാൻ പോകുന്നില്ല. അപ്പം ഇതിനെല്ലാം ബേസിക്കായിട്ട് മാതാവും സ്വർഗവും എല്ലാം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശുദ്ധി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശോ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മിറാക്കിളിനെ പറ്റി ഇനി കൂടുതലൊന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എളിമയോടുകൂടി ഇത്തരത്തിലുള്ള സന്ദേശം നമ്മൾ സ്വീകരിക്കണം. ഓഫ് കോഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് എത്തരുത്. നമ്മൾ ഇത് സാപ്പാൻ്റെത് പറയരുത്. നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഡിസേൺമെൻറ്റ് ചെയ്ത് വേണം നമ്മൾ തീരുമാനിക്കുക. ഉടനെ കയറിയിട്ട് നമ്മൾ ചാടി കയറിയിട്ടൊന്നും പറയുക. കാരണം ഇത് നമുക്ക് തന്നെ ഈ ബന്ധനത്തിൻ്റെ അവസരത്തിനൊക്കെ നമുക്ക് കാരണമാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം, ഒരു കാര്യവും ചാടി കയറി ദൈവികമാണെന്നും പറയരുത്, പൈശാചികമാണെന്നും പറയരുത്. ഉള്ളതുപോലെ പറയാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക, തീർന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഓരോ വ്യക്തമാക്കി നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് മാറാനായിട്ട് പ്രാർത്ഥിച്ചോട് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.